2018 ശേഷം അപ്പൊ പിന്നെ ഒരു വെള്ളപ്പൊക്കം വരാത്തതിൽ സങ്കടം ഉണ്ടോ? സങ്കടമൊന്നുമില്ല. വന്നില്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ കൊല്ലം വരുമോ ഇല്ലയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ 2026 ഒരു വെള്ളപ്പൊക്കം പ്രതീക്ഷിച്ചിരിക്കുകയാണോ? പ്രതീക്ഷയല്ല, കാരണം കാലാവസ്ഥ എങ്ങനെയാണ് മാറണേന്ന് ഒരിക്കലും പ്രതീക്ഷ പറയാൻ പറ്റില്ല നമുക്ക്. ഒരിക്കൽ കൂടി വലിയ രീതിയിലല്ലെങ്കിലും ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ പുള്ളി. ചേന്നമംഗലം സ്വദേശി ഗോവിന്ദൻ ചേട്ടനാണ്. എന്താണ് ഈ പുള്ളി ഇങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് അറിയോ? ദേ ഈ വഞ്ചിയാണ് കാരണം. ഈ കഥയിലെ നായകൻ ഗോവിന്ദൻ ചേട്ടൻ ആയതുകൊണ്ട് കഥയും പുള്ളി തന്നെ പറയട്ടെ. ഞാൻ ഈ വഞ്ചി മേടിച്ച് 2018 വെള്ളം കഴിഞ്ഞപ്പോൾ വലിയൊരു പ്രളയം ഉണ്ടാവുന്ന വെച്ചിട്ട് മേടിച്ചാണ് വഞ്ചി. അതിന് അവിടെ ചെന്ന് ആലപ്പുഴ പോയി അരൂര് പോയി ബുക്ക് ചെയ്തിട്ട് കിട്ടി. അവർ അയച്ചു തന്ന വഞ്ചിയാണിത്. ഇതിന് 35,000 രൂപ ഞാൻ റെഡി കാശ് കൊടുത്ത് മേടിച്ചതാണ്. ഇത് വെള്ളം കണ്ടോ? പിന്നെ വെള്ളം കണ്ടിട്ടില്ല, ഇതുവരെ വെള്ളം ഇറക്കിയിട്ടില്ല. ഇറക്കാൻ സൗകര്യങ്ങളുണ്ടായി, പക്ഷെ അതിലുള്ള വെള്ളം വന്നില്ല. അതിന്റെ പേരിൽ ഞാൻ ഇറക്കിയില്ല. കേട്ടല്ലോ, വെള്ളപ്പൊക്കം ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഏകദേശം 40,000 രൂപ റെഡി കാശിന് ആലപ്പുഴയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നല്ല ഫൈബർ വഞ്ചി 5 പേർക്കെങ്കിലും സുഖമായിട്ടിരിക്കാം. ആ വഞ്ചി ഇപ്പോൾ കട്ടപ്പുറത്താണ്, ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുക. വല്ല പുഴയിലോ കായലിലോ ഈ വെള്ളം ഇറക്കി ആശയം നടക്കിക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് വെള്ളപ്പൊക്കത്തിനായി സ്പെഷ്യലായി ഇറക്കുമതി ചെയ്തതാണ്, അതുകൊണ്ട് മൂടില്ല. കൂടാതെ ഗോവിന്ദൻ ചേട്ടൻ ഇപ്പോ വയ്യ. അപ്പൊ ഇതായിരുന്നു ഗോവിന്ദൻ ചേട്ടനും ഗോവിന്ദൻ ചേട്ടന്റെ വെള്ളവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2026 വെള്ളപ്പൊക്കം ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ നടക്കുക.